അപ്പോൾ മല്ലു പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിങ്ങൾ പല സ്ഥലത്ത് പല പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ 2026 പകുതിയോളം എത്തി. ഈ പകുതിയോളം എത്തി നിൽക്കുന്ന സമയത്ത് റീസെൻ്റ്ലി നമ്മുടെ ഒരു കഴിഞ്ഞ 5-6 മാസത്തിനിടയ്ക്ക് വലിയ വലിയ IT കമ്പനീസ്, ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഗൂഗിള്, മെറ്റ പോലുള്ള ഒരുപാട് വലിയ വലിയ കമ്പനീസ് 1,00,000-ഓളം പേരെയാണ് പുറത്താക്കിയത്. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമുള്ള പ്രതിഭാസമാണ്. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വളരെ വൈരുദ്ധ്യമുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം കമ്പനീസ് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇപ്പൊ ആളുകളെ പുറത്താക്കിയിട്ട് അത് മെഷീൻസ് അല്ലെങ്കിൽ അവരുടെ AI ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കിയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ചുറ്റും തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ഡെവലപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ഈ IT കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവർക്കൊക്കെ എന്ത് സംഭവിക്കും, ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിയലിസ്റ്റിക് അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡിന്റെ സമയത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു 2020 സമയത്ത് ഒരുപാട് വലിയ കമ്പനീസ് അല്ലെങ്കിൽ എല്ലാതരം IT കമ്പനികളും ഒരുപാട് പേരെ ഹയർ ചെയ്തു. ഭയങ്കര മാസ് ഹയറിംഗ് ആയിരുന്നു. ആ സമയത്ത് IT ഭയങ്കര ബൂമായിട്ട് നിൽക്കുകയായിരുന്നു. സോ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ഭയങ്കര ഹൈ പേയിങ് ജോബ്സ് ഒക്കെ ഓഫർ ചെയ്തിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പം IT എഞ്ചിനീയേഴ്സ് ഭയങ്കരമായിട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയ ഒരു സമയമാണ്. സോ ഭയങ്കര ഡിമാൻഡ് വന്നു. എല്ലാ കമ്പനീസും ഭയങ്കരമായിട്ട് മാസമായിട്ട് ഹയർ ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടി. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ഒക്കെ പോലെയുള്ള ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ ഇതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന കമ്പനീസ് ഒക്കെ വന്നു. അപ്പം അതൊരു ഷിഫ്റ്റ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അവർക്ക് ലേറ്റർ പാർട്ടിൽ അവർക്ക് മനസ്സിലായി, ഇപ്പോൾ റീസെന്റ് AI ബൂമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ബൂം ഉണ്ടായ സമയത്ത് IT കമ്പനികൾക്ക് മനസ്സിലായി അന്ന് ഹയർ ചെയ്ത് അത്രയും പേരുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനികളുടെ ബഡ്ജറ്റ് സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആളുകളെ ഹയർ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് ചെയ്തുകൊണ്ടിരുന്ന പൈസ എടുത്തിട്ട് ഇപ്പോൾ ഓപ്പൺ AIന്റെ മോഡൽസ് വാങ്ങാനും NVIDIAന്റെ വലിയ ഹൈ പെർഫോമിംഗ് ചിപ്സ് വാങ്ങാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു ബഡ്ജറ്റ് ഷിഫ്റ്റ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനികൾ ഒരിക്കലും എല്ലാ ആളുകളെയും അല്ലെങ്കിൽ മനുഷ്യന്മാരെ മൊത്തം പറഞ്ഞു വിട്ടിട്ട് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് പോകും എന്നുള്ളതല്ല. അതിന് പകരം കമ്പനികളുടെ പ്രയോറിറ്റീസ് മാറുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് അലോക്കേഷൻസ് മാറി. എവിടെ കാശ് ഇടണം, അല്ലെങ്കിൽ എന്തൊക്കെ ഓട്ടോമേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര മാൻ പവർ വേണം. ഇപ്പോൾ മുന്നേ ഒരു 50 പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 പേർക്ക് അല്ലെങ്കിൽ ഒരു 5 പേർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ്, മുന്നേ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാനിങ് സ്റ്റേജിലുള്ള, അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് ഒരു പ്ലാനിങ് സ്റ്റേജിലുള്ള പ്രോജക്റ്റ് ചിലപ്പം ഒരു മന്ത്സ് എടുക്കുമായിരിക്കും. ചില വലിയ വലിയ പ്രോജക്ട്സിനൊക്കെ ഒരുപാട് മാസങ്ങൾ എടുക്കും ഈ പ്ലാനിങ് ഫേസ് കഴിഞ്ഞ് പുറത്തു വരാൻ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ AI ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കമ്പനികൾ AI ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിരുന്ന മാൻ പവറും അതിന് വേണ്ടിയിരുന്ന എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കമ്പനികളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കുറയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ 10 പേര് വേണ്ട അടുത്ത് ചിലപ്പോൾ 2 കൃത്യമായ രീതിയിൽ AI ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാവുന്ന 2 പേരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോജക്റ്റ് പോസിബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പോസിബിൾ ആക്കുന്നത് കമ്പനികൾ AIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സോ ഇത് ആളുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം മാൻ പവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ഇപ്പോൾ എൻട്രി ലെവൽ കോഡ് റീഡേഴ്സും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ QA ചെയ്യുന്ന, ഇപ്പോൾ മാനുവലായിട്ട് QA ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ മാനേജേഴ്സ്, ഇവരുടെയൊക്കെ ജോലികൾ ഇറലവന്റ് ആവാണ്. കോഡ് റിവ്യൂ ചെയ്യാനോ ഇതിനൊന്നും ഇപ്പോൾ ഒരാളുടെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മളൊരു AI ഏജന്റിനെ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ജോലികളാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തീർന്നുപോയോ? ഇല്ല. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം കഴിഞ്ഞ വർഷത്തേനേക്കാൾ, അതായത് 2025 കമ്പയർ ചെയ്യുമ്പോൾ 2026 14% എക്സ്ട്രാ ജോബ്സ് പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ജോലികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ കമ്പനികൾ നോക്കുന്നത് പഴയ പോലെ വെറും കോഡർമാരെ മാത്രമല്ല. ഇപ്പൊ നിങ്ങൾക്ക് കോഡിങ് അറിയാം, അല്ലെങ്കിൽ കോഡ് ചെയ്യാൻ അറിയാം, ഒരു സ്പെസിഫിക് ലാംഗ്വേജ് അറിയാം എന്നുള്ളത് ഒരു സ്കില്ലായിട്ട് ഇപ്പൊ ആരും കണക്കാക്കുന്നില്ല. സോ കമ്പനികൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് സീനിയർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ്. സീനിയർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ സീനിയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു കോഡറും ഒരു എഞ്ചിനീയറും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഒരു എഞ്ചിനീയർക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചോ ഒക്കെ ഭയങ്കര ഗ്രാഹ്യമായിട്ടുള്ള നോളജ് ഉണ്ടാവും. ഇതിൽ കുറെ ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് വേൾഡിൽ ഉപയോഗിക്കുന്ന കുറെ ടെർമിനോളജീസ് ഉണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സോ കമ്പനികൾ നോക്കുന്നത് ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതായത്
പണ്ട് കൂടുതൽ ജോബുകൾ ഇപ്പം ഒരു ഡെവലപ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞ് ഹയർ ചെയ്തുകൊണ്ടിരുന്ന കമ്പനീസ് ഇപ്പം നോക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളെയാണ്. ഇതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് AI എഴുതുന്ന അല്ലെങ്കിൽ AI തരുന്ന ഔട്ട്പുട്ടുകളുടെ ഡീബഗിങ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂന്ന് ബിസിനസ് ലോജിക്കിനെ കൺവേർട്ട് ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഒരിക്കലും ഇറലവൻ്റ് ആവില്ല ഇൻഡസ്ട്രിയിൽ. സോ നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനികൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ലൂപ്പുകൾ കാണാപ്പാടം പഠിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ സിൻടാക്സുകൾ കാണാപ്പാടം പഠിക്കുന്ന ആളുകളെ അല്ല നോക്കുന്നത്, പകരം പ്രോബ്ലം സോൾവേഴ്സിനെയാണ്. അപ്പോൾ നിങ്ങളൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉള്ള അല്ലെങ്കിൽ കൃത്യമായ നോളജ് ഉള്ള ഒരു പ്രോബ്ലം സോൾവർ ആണെങ്കിൽ നിങ്ങളിപ്പോഴും ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന്, അല്ലെങ്കിൽ ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ IT മേഖലയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കമ്പനികൾ പഴയ പോലെ ക്യാമ്പസ് ഹയറിങ്സ് ഒന്നും നടത്തുന്നില്ല. ഇപ്പോൾ നല്ല റിസൾട്ടുള്ള ക്യാമ്പസുകളിൽ നിന്ന് പണ്ട് ഒരുപാട് ക്യാമ്പസ് ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്ത് എഞ്ചിനീയേഴ്സ് ആക്കുന്ന പരിപാടി ഒരുപാട് കമ്പനികൾ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ കമ്പനികളൊന്നും അതിന് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇപ്പോൾ ഡേ 1 മുതൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ കമ്പനികൾ അതാണ് നോക്കുന്നത്. പഴയ പോലെ ഇന്റേൺഷിപ്സോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ബേസിക്സ് തൊട്ട് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് OJT തന്ന് നിങ്ങളൊരു എഞ്ചിനീയർ ആക്കുന്ന പോലത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോൾ കമ്പനികൾ ചെയ്യുന്നില്ല. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഹയറിങ്ങിനെയൊക്കെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഹയറിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ആവുക നിങ്ങളുടെ ആദ്യത്തെ ജോബ് മുതലായിരുന്നു മുന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെയല്ല. യു ഹാവ് ടു ബിൽഡ് ഇൻ പബ്ലിക്. നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം കേപ്പബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ AI ടൂൾസ് ഉപയോഗിച്ച് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം AI ടൂൾസ് വെച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ ഒരു ക്രൈസിസിനെ, അല്ലെങ്കിൽ ഇതൊരു ക്രൈസിസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള, ഈ ഒരു സാഹചര്യത്തിൽ സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു രീതി അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI ബാക്ക്ഗ്രൗണ്ടിൽ ഈ കോഡിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ലോജിക് ബിൽഡിങ്ങും കോഡിന്റെ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബിസിനസ് ലോജിക് സ്റ്റിൽ എ ഹ്യൂമൻ തോട്ട്. അതിനെ ഇനി ഫ്യൂച്ചറിൽ റീപ്ലേസ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരുപാട് വർഷത്തേക്ക് ബിസിനസ് ലോജിക്സും കാര്യങ്ങളും ഒക്കെ ഹ്യൂമൻസ് തന്നെയായിരിക്കും മാനേജ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ബിസിനസ് ലോജിക്സ് ടെക്കായിട്ട് കൺവേർട്ട് ചെയ്യാനും ഇപ്പോഴും ഹ്യൂമൻസിന് ആവശ്യമുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ റെലവെന്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷിഫ്റ്റ് ആണ്, ഇതൊരു ഫിൽട്രേഷൻ പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മാറുന്ന ടെക്നോളജിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ AI ബൂം ആവുന്നതിനനുസരിച്ചോ നമ്മളെ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താവും. ഇപ്പം നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മളെ എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്യുക, അതിലുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിനനുസരിച്ച് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മളെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ IT വർക്ക് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ഒരാളാണോ? അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.